കിൻഡർ ഗാർഡനിലേക്ക് സ്നാക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രാവിലെ ആകുമ്പോൾ ഒരു വെപ്രാളാണ്, ഇന്ന് എന്താ കൊടുത്തു വിടുക എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, മിനി ജാഗരി അപ്പംസ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഈ സൂപ്പർ സിമ്പിൾ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ കുട്ടി ജാഗരി അപ്പംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഷുഗറാണ്. നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ജാഗരി പൊടി എടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊരു ഹെൽത്തിയർ സ്നാക്ക് ആയതുകൊണ്ടാണ് പഞ്ചസാര ഉപയോഗിക്കാതെ ശർക്കര പൊടി പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഷുഗറാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ മത്തക്കുരു പൊടിയാണ്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബദാം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അപ്പം മാവ് വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം മാവ് ഒരു 4 തവി അപ്പം മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അപ്പം മാവും കൂടെയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ കലക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് മധുരമൊക്കെ ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ മിനി ജാഗരി അപ്പത്തിൻ്റെത്. എൻ്റെ മോനിത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിട്ടാലും അത് അവൻ സ്കൂളിൽ നിന്ന് കഴിച്ച് തീർത്തിട്ടാണ് വരാറുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്തിരുന്ന കോക്കനട്ട് ഷുഗറൊക്കെ നല്ലതുപോലെ മാവിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ പുഴുങ്ങുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിനി ഇഡ്ഡലി തട്ടാണ്. കുട്ടികൾക്ക് മെയിനായിട്ട് ടേസ്റ്റ് മാത്രം പോരല്ലോ, അവർക്ക് കാഴ്ചയിലും കൂടെ അട്രാക്റ്റീവ് ആവണമല്ലോ. അതുകൊണ്ടാണ് ഈ കുട്ടി ഇഡ്ഡലി തട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. എല്ലാ തട്ടിലും കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നത് ഈ മിനി അപ്പംസ് കുറച്ച് ഹെൽത്തിയർ ആക്കുകയും ചെയ്യും. മാത്രമല്ല പെട്ടെന്ന് ഈ തട്ടിൽ നിന്ന് അപ്പം ഇളകി വരാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ഓരോ തട്ടിലും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഓരോ തട്ടിലും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൽ അപ്പമാവ് ഇരിപ്പുണ്ടെങ്കിൽ സൂപ്പർ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ബോക്സ് റെസിപ്പിയാണ് ഈ മിനി ജാഗരി അപ്പംസ്. അപ്പോൾ ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലാത്ത ഒരു ഹെൽത്തി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുമാണ്. അപ്പോൾ നട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കാരണം നട്ട്സ് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് നട്ട്സൊക്കെ അകത്ത് ചെല്ലുകയും ചെയ്യും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ നാളെ തന്നെ കുട്ടികൾക്ക് ഇതൊന്ന് സ്നാക്ക് ബോക്സിൽ കൊടുത്ത് വിട്ട് നോക്കുക. എന്നിട്ട് അവരുടെ അഭിപ്രായം അറിയാലോ. അപ്പോൾ അത് എന്നെ കൂടി ഒന്ന് അറിയിച്ചേക്കണം. ഞാൻ ഉണ്ടാക്കുന്നത് കാത്തിരുന്നായിരുന്നു അദ്വൈ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ അവൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.